ഹായ് മക്കളെ, നമുക്ക് ഇന്നൊരു യാത്ര പോയാലോ? തമ്മില് എന്റെ മക്കള് കണ്ടിട്ടുണ്ടാവില്ലേ? നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോവാന്നാണ് മിസ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഒരുമിച്ചൊരു യാത്ര പോവാണ്. അപ്പൊ എങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്നല്ലേ സ്ക്രീനിൽ എന്റെ മക്കള് നോക്കിട്ടോ. എവിടേക്കാണ് പോകുന്നത്? കല്ലിൽ നിന്ന് ലോഹത്തിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത് അല്ലേ? എവിടെ മുതൽ എവിടേക്കാണ്? സ്റ്റോണിൽ നിന്ന് മെറ്റലിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. അതായത് കല്ലൊക്കെ ഉപയോഗിച്ച സമയത്ത് നമ്മൾ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത്, അവിടുന്ന് നമ്മൾ എവിടേക്ക് എത്തിച്ചേർന്നു? ലോഹത്തിലേക്ക് എത്തിച്ചേർന്നു അല്ലെ? മെറ്റലിലേക്ക് എത്തിച്ചേർന്നു അല്ലെ? സോ നമ്മൾ ആ ഒരു യാത്ര പോകുന്ന സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടായത്, അതേപോലെ എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കിയാലോ? അതാണ് മിസ് ഇന്ന് ഒരു യാത്ര പോവാന്ന് മക്കളോട് പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇവിടെ എന്റെ മക്കള് ശ്രദ്ധിക്കട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, തുടക്കത്തില് മിസ് ഇപ്പൊ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഇതേ രീതിയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. ഇതൊരു ചിത്രകാരൻ വരച്ചതാണ്, കൃത്യമാണോ നമുക്കറിയില്ല. ഇത് പ്രാചീന ശിലായുഗം എന്നാ പറയാ. അതായത് മക്കളെ, പണ്ട് നമ്മൾ എന്താണ്, ഉപകരണങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ലോ. കിട്ടിയത് എന്താ? കല്ലും അതേപോലെ വിറകും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെ കിട്ടിയത്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്താ, മൃഗങ്ങളെ ആക്രമിച്ചിട്ടുള്ളതും അതേപോലെ ഇര തേടാൻ പോയതൊക്കെ അല്ലെ. അപ്പോഴുള്ള നമ്മുടെ പിക്ചേഴ്സും കാര്യങ്ങളും നമ്മൾ എങ്ങനെയായിരിക്കും എന്നതൊക്കെ ചിത്രകാരന്റെ ഭാവനയിൽ കൊടുത്തൊരു ചിത്രമാണ് മിസ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ആക്ച്വലി ഉള്ളതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താ മിസ് ഇവിടെ പറഞ്ഞു വരുന്നത് എന്ന് ശ്രദ്ധിച്ചോട്ടോ. ആസ് സ്റ്റോൺ വാസ് മെറ്റീരിയൽ that influence the early human life the most. അതായത് പണ്ട് കാലത്തെ ഹ്യൂമൻ ലൈഫിനെ ഏറ്റവും കൂടുതൽ എന്താ ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിന് ഏറ്റവും കൂടുതൽ വേണ്ടി വന്ന ഒരാളാണ് ആര്? നമ്മുടെ കല്ല്. പിന്നെന്താ നോക്കിയേ, അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടം മക്കളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്റ്റോൺ ഏജ് അഥവാ എന്ത് ശിലായുഗ? എന്ത് ശിലായുഗ? എന്ത് ശിലായുഗം എന്നല്ല, ശിലായുഗം തന്നെ. അതായത് ശിലയാണ് നമ്മൾ എന്താ, സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലെ. അതായത് പണ്ട് കാലത്ത് നമ്മൾ എന്താ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടിയിരുന്നത് ആരെയാ? കല്ലിനെയാണ് കേട്ടോ. അതുകൊണ്ട് കല്ല് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അഥവാ ശിലകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം എന്ത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി എന്നാ പറയുന്നത്? ശിലായുഗം അഥവാ സ്റ്റോൺ ഏജ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിട്ടോ. ഈ ഒരു ശിലായുഗത്തെ നമ്മള് മക്കളെ മൊത്തം 3 എണ്ണായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് അറിയോ എന്റെ മക്കൾക്ക്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്, മീസോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ് എന്നിങ്ങനെ 3 എണ്ണായിട്ട് നമ്മൾ എന്താണ് ഓരോന്നായിട്ട് ഭാഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് അഥവാ എന്താണ്, കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് എന്ന പാഠഭാഗത്ത് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത് ആരൊക്കെ കുറിച്ചിട്ടാണ്? നമ്മളെ പാലിയോലിത്തിക് ഏജ്, പ്രാചീന ശിലായുഗത്തെ കുറിച്ചും നവീന ശിലായുഗത്തെ കുറിച്ചും, പിന്നെ എങ്ങനെയാണ് കല്ല് മാത്രം ഉപയോഗിച്ചിരുന്ന നമ്മള് ലോഹത്തിലേക്ക് എന്താ എത്തിച്ചേർന്നത് എന്നും നമുക്ക് പഠിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ? എന്റെ മക്കൾ ഇങ്ങോട്ട് നോക്കിട്ടോ. ഇവിടെ നോക്കിക്കേ, കുറെ പിക്ചേഴ്സ് മിസ് കൊടുത്തിട്ടുണ്ടല്ലേ. എന്തൊക്കെയാ കാണുന്നത്? അതാ ഇവിടെ കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ മാംസങ്ങൾ ചുട്ടു തിന്നത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ, പാറകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ഓരോ കല്ലിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗമാണ് മക്കളെ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ മക്കള് നോക്കിയേ, ഈ കല്ലുകളൊക്കെ അല്ലേ, അതായത് ഇപ്പൊ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കല്ലുകളൊക്കെ എവിടുന്നാണ്? നമ്മളെ പ്രാചീന ശിലായുഗത്തിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നതാ. പാലിയോലിത്തിക് ഏജിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുക? അവര് ഓരോ മൃഗങ്ങളല്ലേ, അതായത് അവരെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളൊക്കെ അല്ലേ, അങ്ങോട്ട് തിരിച്ച് അവരിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കല്ല് ഉപയോഗിക്കുമായിരുന്നു. അതേപോലെ തന്നെ അല്ലേ ഓരോ ഭക്ഷണങ്ങളൊക്കെ കുത്തി പൊട്ടിച്ചിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല, കത്തിയൊന്നും ഇന്നത്തെ പോലെ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവരിതൊക്കെ ഉപയോഗിക്കട്ടോ. അപ്പൊ ഇവിടെ കാണുന്നത് അവരെ കുറച്ച് സ്റ്റോൺ വെപ്പൺസ് ആണ്. അവരെ ആയുധങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്, അവരുടെ വെപ്പൺസ് എന്തായിരുന്നു മക്കളെ? സ്റ്റോണുകളായിരുന്നു, കല്ലുകളായിരുന്നു എന്താ അവരുടെ ഉപകരണങ്ങൾ. എന്നാൽ ഈ കല്ലുകളെ പിക്ചേഴ്സ് ഒന്ന് മക്കളെ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഒന്ന് നോക്കിക്കേ. ഇതെല്ലാം നല്ല ഷാർപ്പ് ചെയ്തിട്ടുള്ള, അതായത് നല്ല മിനുസപ്പെടുത്തിയിട്ടുള്ള പിക്ചേഴ്സ് ആണോ കാണുന്നത്? അല്ലല്ലേ. അന്ന് അവർക്ക് അതിനെ കുറിച്ചൊന്നും അറിയോ? ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? കിട്ടുന്ന കല്ലുകൾ എന്താണ്, ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന രീതികളായിരുന്നു. അതുകൊണ്ട് എന്താ യാതൊരു മിനുസും ഉണ്ടാവില്ല. അതേപോലെ അത്രത്തോളം മൂർച്ചയും കാര്യങ്ങളൊന്നും പ്രാചീന ശിലായുഗത്തിൽ അഥവാ പാലിയോലിത്തിക് ഏജിൽ കാണാൻ സാധിക്കില്ല കേട്ടോ.
അപ്പൊ എന്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, എന്തിനൊക്കെയാണ് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാ പറയുന്നത്? ഈ ഒരു കല്ല് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെ ആനിമൽസിനെ വേട്ടയാടാൻ വേണ്ടി, ഓൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ അതേപോലെ തന്നെ അവർക്ക് എന്താ, ആനിമൽസ് എന്തെങ്കിലും അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്തരത്തിൽ അവരെന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? നമ്മളെ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ കിഴങ്ങുകളൊക്കെ ഉണ്ടാവില്ലേ, അതായത് നമ്മളെ കാട്ടിന്റെ ഉള്ളിലുള്ള ഓരോ ഭക്ഷണങ്ങളൊക്കെ എന്താണ്, അതൊക്കെ ഇങ്ങനെ കുഴിച്ചെടുക്കാൻ വേണ്ടി അന്ന് ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവരെന്ത് യൂസ് ചെയ്യും? ഈ കല്ലുകളാണ് യൂസ് ചെയ്തിട്ട് അവരതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താ പിന്നെ പറയുന്നത്? ദ പീരീഡ് ഇൻ വിച്ച് റഫ് സ്റ്റോൺസ് വർ യൂസ്ഡ് ആസ് എ ടൂൾസ് ആൻഡ് വെപ്പൺ ഈസ് കോൾഡ് പാലിയോലിത്തിക് ഏജ് അഥവാ ഓൾഡ് സ്റ്റോൺ ഏജ്. അതായത് മക്കളെ, ഈ കാലഘട്ടത്തിൽ എന്താണ്, നമ്മൾ ഈ വെപ്പൺസ് എന്താണ്, റഫ് ആയിട്ടുള്ള വെപ്പൺസ് ആണ്, അഥവാ പരുപരുത്ത വെപ്പൺസ് ആണ്. അപ്പൊ പരുപരുത്ത വെപ്പൺസ് അഥവാ റഫ് ആയിട്ടുള്ള വെപ്പൺസ് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് ഏത് എന്ന് പറയുന്നത്? പാലിയോലിത്തിക് പീരീഡ് അഥവാ ഓൾഡ് സ്റ്റോൺ ഏജ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. പാലിയോലിത്തിക് പീരീഡ് അഥവാ പാലിയോലിത്തിക് ഏജ് എന്നും പറയും. അതേപോലെ തന്നെ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നും നമ്മൾ വിളിക്കും കേട്ടോ. അപ്പൊ അതെന്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു കാലഘട്ടത്തിലെ ആളുകൾ എവിടെയാ ജീവിച്ചിരുന്നേ? അവർക്ക് നമ്മളെ പോലെ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. അപ്പൊ അവരെവിടെ താമസിക്കും? അവര് ഗുഹകളുടെ ഉള്ളിലൊക്കെ അവര് താമസിക്കും കേട്ടോ. അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ഫ്രൂട്ട്സും അതൊക്കെ അവരെന്തായിരുന്നു, എടുത്ത് ഭക്ഷിക്കുന്ന രീതിയായിരുന്നു അവർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ സമയത്ത് എന്താ, അവർക്ക് നല്ല രീതിയിൽ തണുക്കൂലേ. അപ്പൊ ഈ തണുക്കുന്ന സമയത്തൊക്കെ എന്താണ്, ആ സമയത്താണ് അവർ എന്ത് കണ്ടുപിടിച്ച്, നമ്മുടെ തീയൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി കേട്ടോ. കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന അടുത്ത ഒരു ഇതിൽ, അതായത് മധ്യശിലായുഗത്തിലും അതേപോലെ നവീന ശിലായുഗത്തിലാണ് ഇത് കുറച്ചുകൂടെ എന്താണ് കൂടുതലായിട്ട് അവർ തീ ഉപയോഗിച്ചതെങ്കിലും അതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു? നമ്മുടെ പാലിയോലിത്തിക് ഏജിലാണെന്നായിരുന്നു പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, തീ കണ്ടുപിടിച്ചതേ, അതായത് ആ കാലത്ത് അവർ തീ ഉപയോഗിച്ചിരുന്നതിന്റെ ഒരു പിക്ചറാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു പിക്ചർ മക്കൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതെന്താണ്, ഒരു ചിത്രകാരന്റെ ഭാവനയിൽ വരച്ചതാ. അതായത് അന്നത്തെ കാലത്തില് എന്തായിരുന്നു, അന്ന് ഫോട്ടോസോ ഒക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്, അവര് ചിലതൊക്കെ എന്തായിരുന്നു കല്ലിന്റെ മേലെ ഇങ്ങനെ കൊത്തി വരച്ചിടും, ബാക്കിയൊക്കെ എന്താ നമ്മളെ ഭാവനയിൽ നിന്നെടുത്ത് നമ്മൾ വരയ്ക്കുക അല്ലെ. അപ്പൊ പാലിയോലിത്തിക് ഏജ് എന്റെ മകൾക്ക് അത്ര മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ അറിഞ്ഞില്ലേ. ഇനി അടുത്ത നമുക്ക് എവിടേക്കാ പോകേണ്ടത്? നിയോലിത്തിക് പീരീഡ് ആണേ നോക്കേണ്ടത്. അതേപോലെ തന്നെ മക്കൾ ഈ ഒരു പിക്ചർ നോക്കിയേ, ഇവിടെ തന്നെ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് എന്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. എന്തൊക്കെ കാര്യങ്ങളാ കാണുന്നത്? ആരോ എന്തൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ ദേ ഇവിടെ എന്താ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്താണ്? ചക്രാണല്ലേ. ചക്രത്തിന്റെ കണ്ടുപിടുത്തം ഇവർ ആരംഭിച്ചു. അതേപോലെ തന്നെ മൺപാത്രങ്ങൾ ഇവർ ഉണ്ടാക്കാൻ തുടങ്ങി, ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പിക്ചറിൽ എന്താ മക്കളെ കാണുന്ന വെച്ചാല്, ഈ ഒരു പീരീഡിൽ അവർ ഉപയോഗിച്ചിരുന്ന വെപ്പൺസ് ആണ് കേട്ടോ, ആയുധങ്ങളാണ് കേട്ടോ. ഈ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്ക് ഇവർ കുറച്ചുകൂടെ മിനുസമുള്ള, അതായത് കുറച്ചുകൂടെ എന്താണ് നല്ല രീതിയിൽ എന്താ മൂർച്ച ഷാർപ്പായിട്ടുള്ള എന്തായിരുന്നു എക്യുപ്മെന്റ്സ്, വെപ്പൺസ് ഒക്കെ എന്താണ് ഇവര് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടോ. ഈ ഒരു പിക്ചർ തന്നെ എന്റെ മക്കൾക്ക് മനസ്സിലായിരിക്കും, നല്ല എന്താണ് ഒരു ഷൈനിങ് ആയിട്ടുള്ള രീതിയിൽ എന്താ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അടുത്ത നോക്കിക്കേ, ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അഥവാ നിയോലിത്തിക് ഏജ് ആകുമ്പോഴത്തേക്കും ആളുകൾ എന്തിലേക്ക് പോയി? നമ്മൾ അഗ്രികൾച്ചർ ഫാമിങ്ങിലേക്ക് പോയി. അതേപോലെ തന്നെ ആനിമൽസിനൊക്കെ എന്താ ഇണക്കി ചേർത്ത്, അല്ലെങ്കിൽ ആനിമൽസിനൊക്കെ എന്താ അവരെ എന്താണ് കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ അവരായിട്ട് നല്ലൊരു സഹവാസം, ആനിമൽസിനെ അവരെ സ്വന്തം കാര്യത്തിന്, അതായത് നമ്മൾ മിൽക്കിനായാലൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് എന്താ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് വന്നിരുന്നു. അതേപോലെ മക്കളെ സ്വന്തമായിട്ട് വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ഗുഹകളിൽ താമസിച്ചിരുന്ന, പ്രാചീന ശിലായുഗത്തിൽ ഗുഹകളിൽ താമസിച്ചിരുന്ന അതേ ആളുകളാട്ടോ നവീന ശിലായുഗം ആയപ്പം, നിയോലിത്തിക് ഏജ് ആയപ്പം വീടുണ്ടാക്കിയേ. എന്തുകൊണ്ടാ വീടുണ്ടാക്കിയേ? കൃഷി ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ എന്താ വിത്തൊക്കെ വിതച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആര് വന്ന് നോക്കും? അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണ്ടേ. അതിന് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് ഇവര് താമസിക്കാൻ തുടങ്ങിട്ടോ. അടുത്ത എന്റെ മക്കൾ നോക്കി എന്താ പറയുന്നത്? ഇനി നമ്മൾ ബ്രോൺസ് സ്റ്റേജ്, കല്ലിന്റെ കാലഘട്ടം കഴിഞ്ഞ്, അതായത് നമ്മൾ സ്റ്റോണിൽ നിന്ന് നമ്മളെ ട്രാവൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്തി? നമ്മളിപ്പം എവിടെ എത്തി? ബ്രോൺസ് ഏജിലെത്തിയില്ലേ, ഒരു ലോഹത്തിലേക്ക്, മെറ്റലിലേക്ക്, ഫ്രം സ്റ്റോൺ ടു എന്താ മെറ്റലിലേക്ക് നമ്മൾ എത്തിയില്ലേ. ഇവിടെ എന്താ നമുക്ക് പഠിക്കാനുള്ളേ? ആദ്യം തന്നെ ബ്രോൺസിനെ കുറിച്ചിട്ടാണ്, നമ്മൾ വെങ്കല യുഗത്തിനെ കുറിച്ചാണേ പറയുന്നത്. അവിടെ നോക്കിക്കേ മക്കളെ, എന്താ പഠിക്കാനുള്ളത്? അതായത് ഇവര് കുറച്ചു കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോ, അതായത് ഈ നവീന ശിലായുഗമൊക്കെ കഴിഞ്ഞപ്പം ഈ കല്ലിനെ കൊണ്ടും സ്റ്റോണും
അതേപോലെ തന്നെ കോപ്പറും ചേർത്തിട്ട് അവരെന്താണ് ഓരോ ഉപകരണങ്ങൾ ഓരോ വെപ്പൺസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ് മാന് ഒരേ സമയത്ത് അതായത് ഹ്യൂമൻ ബീങ് ഒരേ സമയത്ത് സ്റ്റോണും അതേപോലെ തന്നെ എന്താണ് കോപ്പറും ചേർത്തിട്ട് എന്താണ് വെപ്പൺസ് ഉണ്ടാക്കാൻ തുടങ്ങി. സോ ഈ ഒരു പീരീഡിന് നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുക? കോപ്പർ ടോണേജ് അഥവാ ചാൽക്കോലിത്തിക് ഏജ് എന്ന പേരിലാണ് അറിയപ്പെടുക കേട്ടോ. അതായത് ഇവിടെ സ്റ്റോണും കല്ലും ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കോപ്പറും ഉപയോഗിക്കുന്നുണ്ട്. ഇവ രണ്ടും ചേർത്തിട്ട് എന്താണ് ഓരോ കാര്യങ്ങൾ ഓരോ വെപ്പൺസ് അവരുണ്ടാക്കാൻ തുടങ്ങി. കാരണം എന്താന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ എന്താണ് കോപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്, അതേപോലെ ഷാർപ്പനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതായത് മൂർച്ചയൊക്കെ കൂട്ടി നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് എന്താ അക്കാലഘട്ടത്തിൽ ആളുകൾ ശിലകളും അതോടൊപ്പം എന്താണ് നമ്മുടെ കോപ്പറും ചേർത്തിട്ട് എന്താണ് സ്റ്റോണും കോപ്പറും ചേർത്തിട്ട് വെപ്പൺസ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പൊ നോക്കിക്കേ എന്റെ മക്കൾ, അടുത്ത് എന്താ നമ്മൾ പറയുന്നേനെ, അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് മാൻ എന്ത് ഡിസ്കവർ ചെയ്തു എന്നാണ് പറയുന്നത്? മാന് മെല്ലെ 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 പോയിട്ട് എന്താണ് കോപ്പർ മിക്സ് ചെയ്യാനുള്ള രീതികളൊക്കെ ആര് പഠിച്ചു? നമ്മൾ ആരാ ഹ്യൂമൻ ബീയിങ് പഠിച്ചില്ലേ? ഇൻ കോഴ്സ് ഓഫ് ടൈം മാൻ ഡിസ്കവർ ടിൻ ആൻഡ് ലേൺ ടു മിക്സ് കോപ്പർ വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് കോൾ ബ്രോൺസ്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മാൻ എന്ത് ചെയ്തു? ഹ്യൂമൻ ബീയിങ് എന്താ ടിൻ ഡിസ്കവർ ചെയ്തു. അങ്ങനെ മിക്സ് ചെയ്യാൻ പഠിച്ചു. അതായത് ഈ കോപ്പറും ടിന്നൊക്കെ മിക്സ് ചെയ്തിട്ട് ബ്രോൺസ് ഉണ്ടാക്കാൻ ആര് പഠിച്ചു? വെങ്കലം ഉണ്ടാക്കാൻ ആര് പഠിച്ചു? ഹ്യൂമൻ ബീയിങ് പഠിച്ചു. അങ്ങനെ വെങ്കലം നിർമ്മിക്കാൻ തുടങ്ങിയത് കൂടെ ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കാനും അതിലൂടെ എന്താണ് അഗ്രികൾച്ചറിലേക്ക് പോകാനൊക്കെ അവർ തുടങ്ങി. അപ്പൊ ഏറ്റവും കൂടുതൽ ബ്രോൺസ് വെച്ച് എക്യുപ്മെന്റ്സ് അഥവാ വെപ്പൺസ് ഉണ്ടാക്കിയ കാലഘട്ടത്തെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രോൺസ് ഏജ് അഥവാ വെങ്കല യുഗം എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് എന്താണ് പറയുന്നത്? നമ്മൾ അഗ്രികൾച്ചറിൽ ഒരുപാട് ഡെവലപ്മെന്റ് വന്നു. ഡേ ബൈ ഡേ നമുക്ക് എന്താണ് ഹാർവെസ്റ്റിംഗ് കൂടി, നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എന്താണ് കൂടുതൽ കൃഷി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്താ വേറെ പല പ്രവർത്തികളിലേക്ക്, അതായത് നമ്മളെന്താ മൺപാത്രങ്ങൾ ഉണ്ടാക്കാൻ, ഇഷ്ടിക നിർമ്മാണം, അങ്ങനെയുള്ള ഒരുപാട് ജോലിയിലേക്ക് എന്താണ് നമ്മൾ പോകാൻ തുടങ്ങിയിട്ടോ. അപ്പൊ അങ്ങനെ പോയി എന്താണ് നമ്മൾ സ്റ്റോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് കല്ലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്താ ലോഹത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു ട്രാവൽ ആയിരുന്നില്ലേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാം മനസ്സിലായില്ലേ? ഒരു കുട്ടി ടോപ്പിക് ആയിരുന്നു, ഒരു കുട്ടി കഥ പറയുന്നത് പോലെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു കുട്ടി കഥയായിട്ട് കണ്ടുമുട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് അവർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us.